أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കിയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം നാം ചർച്ച ചെയ്തു പോന്നിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായും ചർച്ച ചെയ്തത് നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളെ അതിജീവിക്കാൻ നോമ്പ് നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചുമായിരുന്നു. നോമ്പ് കേവലം ഒരു പട്ടിണിയല്ലെന്നും മറിച്ച് അത് വിശ്വാസിയെ എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പടച്ചട്ടയാണെന്നും നാം മനസ്സിലാക്കി. ഇതിൻ്റെ ബാക്കിയായി നോമ്പ് വിശ്വാസിയിലുണ്ടാക്കുന്ന കൂടുതൽ ആത്മീയമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ലഅല്ലക്കും തത്തക്കൂൻ എന്നതിൽ നോമ്പിൻ്റെ മറ്റൊരു ഗുണമായി പറഞ്ഞത് ഇതിൻ്റെ ഫലമായി തഖ്വയിൽ സ്ഥിരത ലഭിക്കുകയും മനുഷ്യന് ആത്മീയതയുടെ ഉന്നത പടവുകൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നോമ്പിലൂടെ ധനികർക്ക് മാത്രമല്ല അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നത്, മറിച്ച് ദരിദ്രരും തങ്ങളിൽ പുതിയൊരു ആത്മീയ വിപ്ലവം അനുഭവിക്കുന്നു. അവർക്കും അള്ളാഹുവിനെ പ്രാപിക്കുന്നതിൻ്റെ ആനന്ദം ലഭിക്കുന്നു. പാവപ്പെട്ടവർ വർഷം മുഴുവൻ പ്രയാസത്തിലാണ് കഴിയുന്നത്. ചിലപ്പോൾ അവർക്ക് പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ടി വരാറുണ്ട്. റമളാനിലൂടെ അള്ളാഹു അവരെ ഉണർത്തുന്നത് ഈ പട്ടിണിയിലൂടെയും അവർക്ക് പ്രതിഫലം നേടാമെന്നാണ്. അള്ളാഹുവിനു വേണ്ടിയുള്ള പട്ടിണിക്ക് അത്ര വലിയ പ്രതിഫലമുണ്ട്. ഹദീസിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞതായി വരുന്നു: നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ തന്നെയാണ് പ്രതിഫലം നൽകുന്നത്. അതായത് എല്ലാ നന്മകളുടെയും പ്രതിഫലങ്ങൾ വേറെയാണ്, എന്നാൽ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ സത്ത തന്നെയാണ്. അള്ളാഹുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് മറ്റെന്താണ് വേണ്ടത്? ചുരുക്കത്തിൽ നോമ്പിലൂടെ ദരിദ്രർക്ക് ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. തങ്ങളുടെ പ്രയാസങ്ങൾ അതിൽ അവർ അക്ഷമരാകാതെയും നന്ദികേട് കാണിക്കാതെയും ഇരുന്നാൽ, ചില അറിവില്ലാത്തവർ ചോദിക്കാറുള്ളതുപോലെ അള്ളാഹു നമുക്ക് എന്ത് തന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യേണ്ടത് എന്ന് പറയാതിരുന്നാൽ ഈ പട്ടിണി അവർക്ക് പുണ്യങ്ങളായി മാറും. അതിൻ്റെ പ്രതിഫലം അള്ളാഹു തന്നെയാകും. അതിനാൽ അള്ളാഹു നോമ്പിനെ ദരിദ്രർക്ക് ആശ്വാസമായി നിശ്ചയിച്ചു. അവർ നിരാശരാകാതിരിക്കാനും തങ്ങളുടെ ദാരിദ്ര്യപൂർണമായ ജീവിതം എന്തിനു കൊള്ളാമെന്ന് കരുതാതിരിക്കാനും വേണ്ടിയാണത്. ഈ ദാരിദ്ര്യ ജീവിതം അള്ളാഹുവിൻ്റെ പ്രീതിക്കനുസരിച്ചാണ് നയിക്കുന്നതെങ്കിൽ ഇത് അവരെ അള്ളാഹുവിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹു അവരെ പഠിപ്പിക്കുന്നു. ലോകത്ത് ധനികരെക്കാൾ കൂടുതൽ ദരിദ്രരാണുള്ളത്. പ്രവാചകന്മാരിൽ മിക്കവാറും എല്ലാവരും ദരിദ്രരായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വലിയ പണക്കാരനായിരുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വലിയ പണക്കാരനായിരുന്നില്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു വലിയ ധനികനായിരുന്നില്ല. ഖാദിയാൻ പുരോഗമിച്ചപ്പോൾ അവിടുത്തെ സ്വത്തിന് മൂല്യം കൂടിയതാണ്, അല്ലാതെ അവിടുന്ന് തന്നെ തൻ്റെ സ്വത്തിന് 10,000 രൂപയാണ് മൂല്യം കണക്കാക്കിയിരുന്നത്. അത്രയും മൂല്യമുള്ള സ്വത്തിൽ നിന്ന് എത്ര വലിയ വരുമാനമാണ് ഉണ്ടാകാവുന്നത്? പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരും വലിയ ധനികരായിരുന്നില്ല. പ്രവാചകന്മാരെ അള്ളാഹു പിന്നീട് വലിയവരാക്കാറുണ്ടെങ്കിലും അതെല്ലാം പിന്നീട് ലഭിച്ച ഫضലുകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാണ്. തുടക്കത്തിൽ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപകർ ദരിദ്രരായിരുന്നു, അല്ലാതെ ധനികരോ രാജാക്കന്മാരോ ആയിരുന്നില്ല. മധ്യവർഗത്തിൽ നിന്നും ചിലപ്പോൾ പ്രവാചകന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാജാക്കന്മാരായി ചുരുക്കം ചിലരെ ഉണ്ടായിട്ടുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരെ പോലെ. എന്നാൽ ഇവർ പോലും ഒരു പുതിയ ശരീഅത്തിൻ്റെ സ്ഥാപകരല്ല. ലോക ജനസംഖ്യയുടെ 80% ദരിദ്രരാണ്. അള്ളാഹു ഇത്രയും വലിയൊരു വിഭാഗത്തെ റമളാനിലൂടെ ആശ്വസിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പട്ടിണി കിടക്കുന്നവന് അള്ളാഹുവിന് ലഭിക്കില്ലെന്ന് കരുതരുത്.
അങ്ങനെയാണെങ്കിൽ റമദാനിലൂടെ എങ്ങനെ ലഭിക്കുമായിരുന്നു എന്ന്. അതിനാൽ തങ്ങളുടെ ആയുസ് വെറുതെ പോയി എന്ന് കരുതുന്ന ദരിദ്രരോട് അള്ളാഹു റമദാനിലൂടെ പറയുന്നത് ഈ പട്ടിണിയിലൂടെ തന്നെ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ നേടാമെന്നാണ്. പക്ഷേ പട്ടിണിയിലും അവർ അള്ളാഹുവിനെ മറക്കരുത്, അവനെക്കുറിച്ച് പരാതി പറയരുത് എന്ന് മാത്രം. അതുപോലെ ധനികർക്ക് തഖ്വ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമായി നോമ്പ് മാറുന്നത് ഇപ്രകാരമാണ്. ഭക്ഷണപാനീയങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും കൈവശമുള്ള ഒരാൾ കേവലം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി മാത്രം സ്വയം പട്ടിണി സഹിക്കുകയും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനായി ഒന്നും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നൽകിയ അനുവദനീയമായ കാര്യങ്ങൾ പോലും അവൻ ഉപയോഗിക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ നെയ്യ്, ഇറച്ചി, അരി തുടങ്ങിയ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടായിരിക്കും. എങ്കിലും അള്ളാഹുവിനു വേണ്ടി അവൻ അവ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായും ഇങ്ങനെയൊരു വികാരം ഉദിക്കുന്നു: അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അനുവദനീയമായ കാര്യങ്ങൾ പോലും ഞാൻ ഉപേക്ഷിച്ച സ്ഥിതിക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ എന്തിനാഗ്രഹിക്കണം? ഇപ്രകാരം അവനിൽ ആത്മനിയന്ത്രണ ശക്തി ജനിക്കുകയും അള്ളാഹു അവൻ്റെ പാദങ്ങളെ പുണ്യത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. നോമ്പിൻ്റെ മറ്റൊരു ആത്മീയ ഗുണം എന്നത് ഇതിലൂടെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളുമായി ആത്മീയമായ ഒരു ബന്ധം കൈവരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു ഗുണവിശേഷണം അവൻ ഉറക്കത്തിന് അതീതനാണ് എന്നതാണ്. മനുഷ്യന് തൻ്റെ ഉറക്കം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിലും നോമ്പ് കാലത്ത് തൻ്റെ ഉറക്കത്തിൻ്റെ ഒരു ഭാഗം അവൻ അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കുന്നു. അത്താഴം കഴിക്കാനായി അവൻ എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു. നോമ്പ് നോൽക്കാത്ത സ്ത്രീകൾ പോലും സഹരിയുടെ അതായത് അത്താഴത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി ഉണർന്നിരിക്കുന്നു. കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കും കുറച്ച് സമയം നമസ്കാരത്തിനുമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇപ്രകാരം രാത്രിയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉറക്കത്തിനായി ബാക്കി ലഭിക്കുന്നുള്ളൂ. ജോലി ചെയ്യുന്നവരാകട്ടെ വേനൽക്കാലത്ത് 2-3 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ സാധിക്കൂ. ഇത്തരത്തിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ആ ഗുണവിശേഷത്തോട് ആത്മീയമായി അടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ അള്ളാഹു ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്. മനുഷ്യന് ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിലും റമദാനിൽ പകൽ സമയം അവ വെടിയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ആ ഗുണത്തോട് ഒരു ആത്മീയ ബന്ധം അവൻ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് അള്ളാഹുവിൽ നിന്ന് നന്മകൾ മാത്രം വെളിവാക്കുന്നത് പോലെ നോമ്പുകാലത്ത് പ്രത്യേകമായും നന്മകൾ ചെയ്യാൻ മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ആരാണോ മോശമായ വർത്തമാനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാത്തത് അവൻ്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. അതായത് തന്നിൽ നിന്ന് നന്മകൾ മാത്രം വെളിവാക്കാൻ ഒരു വിശ്വാസി പരിശ്രമിക്കുന്നു. അവൻ പരദൂഷണത്തിൽ നിന്നും വഴക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഇപ്രകാരം ഒരു മനുഷ്യൻ സാധ്യമാകുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ നോമ്പിൻ്റെ ഒരു ആത്മീയ നേട്ടം എന്നത് മനുഷ്യൻ അള്ളാഹുവുമായി അത്യുന്നത നിലയിലുള്ള ആത്മീയ ബന്ധം ഉണ്ടാക്കുന്നു എന്നതാണ്. അള്ളാഹു തന്നെ അവൻ്റെ സംരക്ഷകനായി മാറുകയും ചെയ്യുന്നു. ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.